അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, അന്നും ഇന്നും അക്കൗണ്ടന്മാരുടെ ആവശ്യമുണ്ട്. അന്ന് അക്കൗണ്ടന്മാരുടെ ആവശ്യം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ നോളജിലാണ് ക്വാളിറ്റി നോക്കിയതെങ്കിൽ ഇന്ന് പ്രാക്ടിക്കൽ നോളജുള്ള അക്കൗണ്ടന്മാരെ കിട്ടുന്നുണ്ട്, എങ്കിലും കമ്പനി സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ എന്താണ് കമ്പനി ഒരു അക്കൗണ്ടന്മാരെ കൊണ്ട് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, വേൾഡ് ഈസ് ചേഞ്ചിങ് ക്വിക്ക്ലി. ഇപ്പം നമ്മളൊരു 2000 മുതലുള്ള ഒരു 20 ഇയേഴ്സിൻ്റെ ഒരു ചേഞ്ചസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 2 ഇരട്ടിയാണ് ആക്ച്വലി ലാസ്റ്റ് 5 ഇയേഴ്സിലുണ്ടായിരിക്കുന്ന വേൾഡിലുണ്ടായിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഒരു സ്റ്റാഫിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം ഉറക്കത്തെക്കുറിച്ചായിരുന്നു ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവന് തമാശ രൂപത്തിൽ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നേരത്തേക്ക് എത്ര ദിവസങ്ങളോട് ഉറങ്ങിയാലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല, ഒരു 8 മണിക്കൂറൊക്കെ നമ്മൾ ഉറങ്ങി എണീക്കുമ്പം ഈ 8 മണിക്കൂർ കൊണ്ട് ലോകത്തുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ പഠിക്കാൻ 16 മണിക്കൂറിലധികം വേണ്ടിവരും എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. അവനത് തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ശരിയല്ലേ, ലോകം മാറുന്നു, മാർക്കറ്റ് മാറുന്നു, ഡിമാൻഡ്സ് മാറുന്നു, കമ്പനികളുടെ നീഡ്സ് മാറുന്നു, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. AI പോലുള്ള പുതിയ ടെക്നോളജികൾ വന്നപ്പോൾ നമ്മുടെ മാർക്കറ്റിന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതിനോടൊപ്പം ഓടി എത്താൻ വേണ്ടിയിട്ട് കമ്പനിയുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന എംപ്ലോയീസിനെയാണ് കമ്പനികൾ ഡിമാൻഡ് ചെയ്യുന്നത്. ആക്ച്വലി ഓരോ കമ്പനികൾക്കും അവരുടെ എംപ്ലോയിക്ക് വേണ്ടുന്ന ബേസിക് ക്വാളിറ്റീസ് ഉണ്ട്. ഇത്തരം ക്വാളിറ്റീസ് സെർവ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്ന ആളുകളെയാണ് നമ്മൾ A-player എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഇത്തരം A-player എംപ്ലോയീസുകളെ തേടിയിട്ട് കമ്പനികൾ വരും. അവർ ജോലി അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല.